അതായത് ഭരണപരിഷ്കാര കമ്മീഷൻ അതോടൊപ്പം തന്നെ ചീഫ് വിപ്പും നമ്മുടെ ഖജനാവ് മുട്ടിക്കാനായിട്ടുള്ള രണ്ട് സ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പദവികളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റും. ഈ പ്ലാനിംഗ് ബോർഡുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഖജനാവിലെ ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സംവിധാനമാണ്. ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 102ഓളം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നിരിക്കുന്ന UDF എന്തിനാണ് ചീഫ് വിപ്പ്? ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാവുന്ന ജോലി മാത്രമാണ് ഒരു ചീഫ് വിപ്പിന് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യഘട്ടത്തിൽ തന്നെ എടുക്കേണ്ട തീരുമാനമാണ്, അല്ലെങ്കിൽ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ് ഒരു പരിഷ്കാര കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വേണമോ എന്ന്. ഇനി VM സുധീരനെയാണ് ഇതിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ VM സുധീരന്റെ നിലപാട് എന്താണ് എന്നുകൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. നമസ്കാരം. UDF സർക്കാരിന്റെ കീഴിൽ സംസ്ഥാനത്തെ 5ാമത്തെ ഭരണപരിഷ്കാര കമ്മീഷനെ VM സുധീരനെ ചെയർമാനാക്കി നിയമിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. G സുധാകരന്റെ പേരും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. 2016 ഇതിനു മുന്നേ സംസ്ഥാനത്ത് ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ വന്നത് VSന്റെ കീഴിൽ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണോ ഇപ്പോൾ എന്ന് സംശയമാണ്. എങ്കിൽ പോലും കേരളത്തിന്റെ നിലവിലെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഭരണപരിഷ്കാര കമ്മീഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം. അതുപോലെ തന്നെ ഒരു പോസ്റ്റാണ് ഈ ചീഫ് വിപ്പിൻ്റേത്. നമുക്കറിയാം, നേരത്തെ PC ജോർജൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പോസ്റ്റും ആവശ്യമാണോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഭരണപരിഷ്കാര കമ്മീഷൻ അതോടൊപ്പം തന്നെ ചീഫ് വിപ്പും നമ്മുടെ ഖജനാവ് മുട്ടിക്കാനായിട്ടുള്ള രണ്ട് സ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് പദവികളാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റും. കാരണം ഭരണപരിഷ്കാര കമ്മീഷനാണെങ്കിലും ഏകദേശം 10-20ഓളം സ്റ്റാഫിനെ വെക്കാൻ വേണ്ടി പറ്റും. ചീഫ് വിപ്പിനാണെങ്കിലും അത്രത്തോളം തന്നെ സ്റ്റാഫിനെ വെക്കാൻ പറ്റും. പിന്നെ വീട്, വണ്ടി, ഇങ്ങനെയുള്ള അധിക ചെലവുകൾ ഈ വകുപ്പുകൾക്ക് വരുന്നുണ്ട്. വകുപ്പുകൾക്കല്ല, ഈ ഒരു രണ്ട് സ്ഥാനങ്ങൾക്ക് വരുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു ജോലി ഈ രണ്ട് വകുപ്പിനും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സ്ഥാനങ്ങൾക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് മറുപടി പറയേണ്ടി വരും. ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഭരണത്തിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പുതിയ പദ്ധതികളെക്കുറിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിയമത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെയാണ് നിർദ്ദേശങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ടൊരു ചോദ്യം വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള പ്ലാനിംഗ് ബോർഡ്, ഈ പ്ലാനിംഗ് ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ? ഈ പ്ലാനിംഗ് ബോർഡുള്ള ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ഖജനാവിലെ ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സംവിധാനമാണ്. 2016 ഇപ്പോൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിട്ട് പിണറായി വിജയൻ അന്ന് 2016 മുഖ്യമന്ത്രിയായിട്ട് വരുന്നു. അപ്പോൾ മാന്യമായ ഒരു അക്കോമഡേഷൻ VS അച്യുതാനന്ദന് നൽകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവി അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് അദ്ദേഹത്തെ ഈ ഭരണപരിഷ്കാര കമ്മീഷനായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അന്ന് VS അച്യുതാനന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു മന്ത്രിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ ഒരു ക്യാബിനറ്റ് റാങ്ക് സൃഷ്ടിച്ച് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ VM സുധീരനെയോ അല്ലെങ്കിൽ PJ കുര്യനെ പോലുള്ള ആളുകളെയൊക്കെ ഈ ഭരണപരിഷ്കാര കമ്മീഷന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിനിടയിൽ തന്നെ മുസ്ലിം ലീഗ് മറ്റൊരു ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. MK മുനീറിന് വേണ്ടിയിട്ട് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം നൽകണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. പക്ഷേ അതിന് ഇനി അനുവദിച്ചു കൊടുക്കാനുള്ള സാധ്യതകളില്ല. കാരണം കോൺഗ്രസ് മുമ്പോട്ട് വെച്ചിരുന്നത് 4 മന്ത്രിസ്ഥാനവും ഭരണപരിഷ്കാര കമ്മീഷനും എന്നുള്ള നിർദ്ദേശമായിരുന്നു. പക്ഷേ ആ നിർദ്ദേശത്തെ പരിപൂർണമായിട്ട് തന്നെ മുസ്ലിം ലീഗ് തള്ളിക്കളയുകയാണ് ചെയ്തത്. അവർക്ക് 5 മന്ത്രി തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിൽ അവർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് തന്നെയായിരിക്കും ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ള ഒരു പദവി കിട്ടുക. പക്ഷേ ആ പദവി വേണോ, അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ഈ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ് അത് എന്നുള്ളതാണ്. കാരണം കുറേ ആളുകൾക്ക് സർക്കാരിൻ്റെ ചെലവിൽ ജീവിക്കാം എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു നേട്ടങ്ങളും കൊണ്ടുവരുന്നില്ല. അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് സ്ഥാനം എന്ന് പറയുന്നത്, ഈ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 102ഓളം സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നിരിക്കുന്ന UDF എന്തിനാണ് ചീഫ് വിപ്പ്? ഒരു ഉദ്യോഗസ്ഥന് ചെയ്യാവുന്ന ജോലി മാത്രമാണ് ഒരു ചീഫ് വിപ്പിന് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്, നിയമസഭ കൂടുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് തൻ്റെ മുന്നണിയിൽപ്പെട്ട ആളുകൾക്കെല്ലാം ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വിപ്പ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഈ വിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഫ് വിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. അതുകൂടാണ്ട് തന്നെ അവിടെ വരുന്ന ചില സജ്ജീകരണങ്ങൾ, നിയമസഭ ചേരുന്ന സമയത്ത് ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ചീഫ് വിപ്പിന് വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഇത് കൂടാതെ തന്നെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചീഫ് വിപ്പ് അയക്കുന്ന പല ആളുകളും പിന്നീട് നിയമസഭ കാണാൻ പറ്റിയിട്ടില്ല.
അതിപ്പോൾ പി സി ജോർജിൻ്റെ കാര്യം എടുത്തോ, കെ പി എ മജീദിൻ്റെ കാര്യം എടുത്തോ, എന്തിനാണ് പറയുന്നത് ഏറ്റവും അവസാനം നമ്മുടെ ജയരാജ് സാറിൻ്റെ കാര്യം കാഞ്ഞിരപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ വരെ കാര്യം നോക്കിക്കോളൂ. കാരണം ഈ ചീഫ് വിപ്പ് ആയിട്ട് വന്നിട്ടുള്ള പല ആളുകൾക്കും പിന്നീട് നിയമസഭ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അപ്പു ജോൺ ജോസഫാണ്, തൊടുപുഴയിൽ നിന്നുള്ള MLA ആണ്, കേരള കോൺഗ്രസ് ജോസഫിനാണ് ചീഫ് വിപ്പ് സ്ഥാനം കൊടുത്തേക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ചീഫ് വിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചീഫ് വിപ്പ് എന്ന് പറയുന്ന പദവിയും അതോടൊപ്പം തന്നെ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്ന ഈ രണ്ട് ക്യാബിനറ്റ് റാങ്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെള്ളാനകളാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഒരുപാട് നിലപാടുകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു, ഒരുപാട് ചെലവ് ചുരുക്കലുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ തന്നെ എടുക്കേണ്ട തീരുമാനമാണ്, അല്ലെങ്കിൽ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ് ഒരു പരിഷ്കാര കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വേണമോ എന്ന്. ഇനി വി എം സുധീരനെയാണ് ഇതിലേക്ക് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ വി എം സുധീരന്റെ നിലപാട് എന്താണ് എന്നുകൂടി അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുന്ന ഒരു ഉപദേശകൻ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ പലപ്പോഴും ഈ വി എം സുധീരൻ പല നിലപാടുകൾ എടുക്കാറുണ്ട്. ഞാൻ ഇനി അധികാര സ്ഥാനങ്ങളിലേക്കൊന്നുമില്ല, എനിക്ക് അധികാരത്തിന്റെ അപകർഷങ്ങളൊന്നും വേണ്ട, ഞാൻ ഇനിയിപ്പോൾ ഒരു പൊതുപ്രവർത്തനത്തിലുണ്ടാവും, പക്ഷേ അധികാരത്തിലേക്കില്ല എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതേപോലെ ഒരു വെള്ളാനയുടെ തലപ്പത്ത് ചെയർമാനായിട്ട് അദ്ദേഹം വരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം എങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് ധാരണയാവും. കാരണം ഇന്നലെ വരെ എന്താണോ അദ്ദേഹം പറഞ്ഞിരുന്നത് അതിന് അനുകൂലമായിട്ടൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ, വി എം സുധീരനാണ് ആ സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ തന്നെ അത് വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ ഈ വി ഡി സതീശന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് വി എം സുധീരൻ എന്ന് പറയുന്നത്. വി എം സുധീരൻ നടത്തിയിട്ടുള്ള ഒരു വലിയ ഓപ്പറേഷൻ, ആ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ വി ഡി സതീശൻ ഇപ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് തന്നെ വന്നത്. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ വി ഡി സതീശനുമാണ് അവസാന റൗണ്ടിൽ ഓടിയെത്തിയത്. അപ്പോൾ കെ സി വേണുഗോപാലിന് പിന്നോക്കം പോകേണ്ടി വന്നതും വി എം സുധീരന്റെ ചില ഇടപെടലുകളാണ്, അതോടൊപ്പം തന്നെ എ കെ ആന്റണിയുടെയും ചില ഇടപെടലുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള വി എം സുധീരനെ സംബന്ധിച്ചിട്ട് വി എം സുധീരൻ ഒരു ക്ലിയർ പൊളിറ്റിക്സിന്റെ ആളാണ്. കാരണം എപ്പോഴും വെട്ടിത്തുറന്ന് പറയുന്ന അല്ലെങ്കിൽ വളരെ നിലപാടുകളുള്ള ഒരു വലിയ നല്ല രാഷ്ട്രീയക്കാരനായിട്ടാണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വി എം സുധീരൻ ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിട്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഈ കാരണം എന്താ വെച്ചാൽ ഈ രണ്ടും വെറുതെയാണെന്ന്. കാരണം ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ഇപ്പോൾ? കാരണം പ്ലാനിംഗ് ബോർഡ് ഇരിക്കുകയാണ്. പ്ലാനിംഗ് ബോർഡിന്റെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഭരണപരിഷ്കാര കമ്മീഷൻ ഒരു പദ്ധതി പറഞ്ഞു എന്ന് കരുതുക, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തു എന്ന് ഇരിക്കുക, അത് സജസ്റ്റ് ചെയ്താലും പിന്നീട് അത് പ്ലാനിംഗ് ബോർഡിന്റെ ഒക്കെ അപ്രൂവൽ ആവശ്യമായിട്ട് വരത്തില്ലേ? അപ്പം പിന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേണ്ടാത്ത സംവിധാനമാണ്. അത് എടുത്തു കളയുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തസ്തിക തന്നെ ക്യാൻസൽ ചെയ്ത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടിയിട്ട് വി ഡി സതീശന് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. അതുകൂടാണ്ട് ഈ ചീഫ് വിപ്പ് എന്ന് പറയുന്ന പദവി, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാകുന്നത്. കാരണം ചെലവ് ചുരുക്കലിനെ കുറിച്ചൊക്കെ വളരെ വാചാലമായിട്ട് സംസാരിക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം അടിയന്തരമായിട്ട് തന്നെ സ്വീകരിക്കേണ്ട രണ്ട് നിലപാടുകളാണ്. ഒന്ന്, ചീഫ് വിപ്പും ഭരണപരിഷ്കാര കമ്മീഷനും നമ്മുടെ നാടിന് ആവശ്യമാണോ, അതുകൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ? കാരണം ചീഫ് വിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു ക്ലർക്കിനെ ഇരുത്തി ചെയ്യാൻ പറ്റുന്ന പണിയേ ഉള്ളൂ. അതായത് ആളുകൾക്ക് വിപ്പ് കൊടുക്കുക, അതിനപ്പുറത്തേക്ക് വേറെ പണിയില്ല. അതിനു വേണ്ടിയിട്ടാണ് ആ പറഞ്ഞ ചീഫ് വിപ്പിന് കുറേയധികം സ്റ്റാഫുകളെ കൊടുക്കുന്നു, വണ്ടി കൊടുക്കുന്നു, ക്യാബിനറ്റ് പദവി കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. കാരണം പ്രത്യേകിച്ച് 102 സീറ്റിന്റെ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരാണിത്. ആ സർക്കാരിന് എന്തിനാണ് ചീഫ് വിപ്പ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഗവൺമെന്റ് പരിശോധിക്കണം. മുഖമിനുക്കലിന്റെ ഭാഗമായിട്ട് തന്നെ വി ഡി സതീശൻ എടുക്കാവുന്ന നയപരമായിട്ടുള്ളൊരു തീരുമാനമാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷനും അതോടൊപ്പം തന്നെ ചീഫ് വിപ്പ് എന്നീ രണ്ട് പദവികൾ തൻ്റെ മന്ത്രിസഭയ്ക്കകത്ത് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചരിത്രമായിരിക്കും എന്നാണ് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ സാറിനോട് നമുക്ക് പറയാനുള്ളത്.